തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയെ തുടർന്ന് ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ നിയമപോരാട്ടത്തിൽ ഒരുങ്ങുകയാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സുമയ്യ. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജില്ലാ കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. സർക്കാർ ജോലി നൽകണമെന്നും ആവശ്യമുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇവരുടെ ഈ ഗൈഡ് വയർ മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അവർ പറയുന്നതിനകത്തൊരു കാരണമുണ്ട്. കാര്യം ജീവിതം വല്ലാത്ത അവസ്ഥയിലായല്ലോ അവരുടെ. SKN ഗുഡ് മോർണിംഗ്. തീർച്ചയായും കാട്ടാക്കട സ്വദേശി സുമയ്യയുടെ ജീവിതം വലിയ ദുരിതത്തിലാണ്. കാരണം ഈ തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെയാണ് ജനറൽ ആശുപത്രിയിൽ വെച്ച് ഗൈഡ് വയർ സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങുന്നത്. പലതവണ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഈ ഗൈഡ് വയർ പുറത്തെടുക്കുന്നതിന് സുമയ്യ ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല. പക്ഷേ അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടപ്പിൽ കൊടുക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായില്ല. അങ്ങനെയാണ് നിയമപോരാട്ടത്തിന് സുമയ്യ ഒരുങ്ങുന്നത്. ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇന്ന് ജില്ലാ കോടതിയിൽ പരാതി നൽകാനാണ് തീരുമാനം. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നതാണ് സുമയ്യ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. നേരത്തെ ആരോഗ്യവകുപ്പിനോട് നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും സുമയ്യ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരു അനുകൂല നിലപാട് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരുന്നില്ല. മെഡിക്കൽ കോളേജിൽ ഈ ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള ചില പരിശോധനകളൊക്കെ തന്നെ നേരത്തെ നടത്തിയെങ്കിലും അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ നിന്ന് ആരോഗ്യവകുപ്പ് പിന്മാറിയത്. ഇപ്പോഴും ശാരീരികമായി ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് സുമയ്യ പറയുന്നത്. ഒപ്പം ഈ ചികിത്സാ പിഴവിന് ഉത്തരവാദിയായ ഡോക്ടർക്കെതിരെ ഒരു നടപടിയും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് നിയമ പോരാട്ടത്തിലേക്ക് കടക്കാൻ സുമയ്യ തീരുമാനിച്ചിരിക്കുന്നത്. ഡോക്ടർക്കെതിരെയും ആരോഗ്യവകുപ്പിനെതിരെയായിരിക്കും കോടതിയെ സമീപിക്കുക. 1 കോടി രൂപ നഷ്ടപരിഹാരമാണ് സുമയ്യ ആവശ്യപ്പെടുന്നത്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.